ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. ما بعد، فنسأل الله تبارك وتعالى أن يمن علينا بالعلم النافع والعمل الصالح ويرزقنا الإخلاص في القول والعمل. സഹോദരങ്ങളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ കൂടിയിരുത്തം നാളെ നമുക്ക് ലഭിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിഫലമായി മാറ്റുമാറാകട്ടെ. പറയുന്നതും കേൾക്കുന്നതും ഇഖ്ലാസ് ഉള്ളതാകാൻ റബ്ബ് സുബ്ഹാനഹു വ തആല നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് മഹാനായ പണ്ഡിതൻ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം രചിച്ച അൽ ഉർജൂസത്തുൽ മീഇയ്യ ഫീ ദിക്രി ഹാലി അഷ്റഫിൽ ബരിയ എന്ന് പറയുന്ന 100ഓളം വരുന്ന ഒരു കവിതയാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൽ 1-ാം വർഷം നടന്ന 8ഓളം കാര്യങ്ങൾ നാം പഠിക്കുകയുണ്ടായി. അൽഹംദുലില്ലാഹ്, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീന ജീവിതത്തിൽ 1-ാമത്തെ വർഷം മദീന ജീവിതത്തിൽ നടന്ന 8ഓളം സംഭവങ്ങൾ നമ്മൾ പഠിക്കുകയുണ്ടായി. അങ്ങനെ അവസാനം നമ്മൾ പറഞ്ഞു വെച്ചത് ആയിഷ റളിയല്ലാഹു അൻഹയുമായിട്ടുള്ള റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വീടുകൂടലിനെ പറ്റിയായിരുന്നു അവസാനമായി നമ്മൾ പറഞ്ഞു വെച്ചത്. ഇന്ന് എടുക്കാനുള്ളത് നമ്മുടെ സഹോദരൻ സഅദ് പാരായണം ചെയ്യുന്നതായിരിക്കും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ثم بنى بابنة خير صحبه وشرع الأذان فاقتدي به وغزوة الأبواء بعد في صفر هذا وفي الثانية العزو اشتهر إلى بواط ثم بدر ووجب تحول القبلة في نصف رجب. جزاكم الله خيرا. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് സുമ്മ ബനാ ബിബ്നതി ഖൈരി സഹ്ബിഹി, അതായിരുന്നു കഴിഞ്ഞ ദർസിൽ നമ്മൾ പറഞ്ഞിരുന്നത്. അഥവാ ആയിഷ റളിയല്ലാഹു അൻഹയുമായി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട് കൂടിയതുമായി ബന്ധപ്പെട്ടായിരുന്നു കഴിഞ്ഞ ദർസിൽ പറഞ്ഞിരുന്നത്. വശുരിഅൽ അദാനു ഫഖ്തുദി ബിഹി. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ് വശുരിഅൽ അദാൻ, പിന്നീട് എന്തായി? ബാങ്ക് അത് നിയമമാക്കപ്പെട്ടു. ഫഖ്തുദി ബിഹി, ആ ബാങ്കിന്റെ വിഷയത്തിൽ നിങ്ങൾ അതിലടങ്ങിയിട്ടുള്ള അഹ്കാമുകളും അതിന്റെ സുന്നത്തുകളും നിങ്ങൾ പിൻപറ്റണമെന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ബാങ്ക് എന്ന് പറയുന്ന വലിയ ഇബാദത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നിശ്ചയിച്ചു തന്നു. അതാണ് പിന്നീട് മദീനയിൽ വെച്ചുണ്ടായ സംഭവം. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് 5 വക്ത് നിസ്കാരം അത് നിർബന്ധമാക്കി. അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലൂടെ അതിന്റെ രൂപം എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം മുഖാന്തരം നമുക്ക് പഠിപ്പിച്ചു തരികയും ചെയ്തു. ഈ 5 വക്ത് നിസ്കാരം എന്നുള്ളത് അത് നമുക്ക് നിസ്കരിക്കാൻ തോന്നിയ നേരത്തല്ല നിസ്കരിക്കേണ്ടത്, മറിച്ച് അതിന് കൃത്യമായ സമയമുണ്ട് എന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം വന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തു. അഥവാ ളുഹറിന്റെ സമയം ഇന്ന സമയം മുതൽ ഇന്നത് വരെയാണ്, അസറിന്റെ സമയം ഇന്നത് മുതൽ ആരംഭിച്ച് ഇന്നത് വരെയാണ് എന്നിങ്ങനെ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പഠിപ്പിച്ചു കൊടുക്കുകയുണ്ടായി. എന്നാൽ ഈ സമയമായി എന്ന് വിളംബരം ചെയ്യാൻ, അത് പറയാൻ ആ സമയത്ത് ജനങ്ങൾക്ക് പ്രത്യേകിച്ച് ഒരു മാനദണ്ഡം ഉണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ പ്രത്യേകിച്ച് ഒരു വഴി ഉണ്ടായിരുന്നില്ല. എങ്ങനെയാണ് നിസ്കാരത്തിന്റെ സമയമായത് എന്നറിയാൻ മഹാനായ സഹാബി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം, കാനൽ മുസ്ലിമൂന ഹീന ഖദിമു അൽ മദീനത യജ്തമിഊന ഫയത്തഹി. എന്താണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബിയായ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറയുകയാണ്, മദീനയിലെ മുസ്ലിമീങ്ങൾ ആദ്യം നിസ്കാരം അവർക്ക് നിയമമാക്കപ്പെട്ടപ്പോൾ അതിന്റെ സമയവും കാത്ത് അവരിങ്ങനെ ഇരിക്കാറുണ്ടായിരുന്നു. എന്നിട്ട് എന്താണ് ഉണ്ടായത്? അതിനുവേണ്ടി പ്രത്യേകം വിളിച്ചു പറയുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നില്ല. ഫതകല്ലമു യൗമൻ ഫീ ദാലിക്, അങ്ങനെ ഒരു ദിവസം ഈ വിഷയത്തിൽ അവർ ചർച്ച ചെയ്യുകയുണ്ടായി. എന്താണ് അതിനുള്ള കാരണം? ചില സഹാബിമാർക്ക് അവരുടെ ജോലി തിരക്കുകൾ കാരണത്താലും
അതുപോലെ തന്നെ മറ്റു ചില കാരണത്താലും അവർക്ക് നിസ്കാരത്തിലേക്ക് വന്നെത്താൻ സാധിക്കുന്നില്ല. നിസ്കാരം അത് ഒഴിവായി പോകുന്ന ഒരവസ്ഥ ഉണ്ടാവുകയാണ്. ആദ്യം അവരെന്തായിരുന്നു ചെയ്തിരുന്നത്? അതും കാത്തിങ്ങനെ ഇരിക്കുകയായിരുന്നു. എന്നാൽ ചില സഹാബിമാർക്ക് ആ സമയം അത് ഒഴിവാകുന്ന ഒരവസ്ഥയുണ്ടായി. അങ്ങനെ അവർ ആ വിഷയത്തിൽ ചർച്ച ചെയ്യാൻ വേണ്ടി അങ്ങനെ അവർ ആരംഭിക്കുകയുണ്ടായി. ഫഖാല ബഅ്ലുഹും, എന്താണ്, ഇത്തഖിദു നാഖൂസൻ മിസ്ല നാഖൂസിൻ നസാറ, നമുക്ക് എന്ത് ചെയ്യാം, നസ്രാണികൾ ക്രൈസ്തവർ അവർ അവരുടെ ആരാധന സമയമായാൽ ചെയ്യുന്നത് പോലെ നമുക്കൊരു മണി അടിക്കാം, നമുക്കൊരു മണി ഇങ്ങനെ അടിക്കാമെന്ന് ചില സഹാബിമാരിൽ ചില ആളുകൾ പറയുകയുണ്ടായി. അഥവാ ഓരോ വക്തായി കഴിഞ്ഞാലും നമുക്ക് മണി അടിക്കാമെന്ന് ചില ആളുകൾ പറഞ്ഞു. എന്നാൽ മറ്റു ചിലർ പറഞ്ഞു ബൽ ബൂഖൻ മിസ്ല ഖർനി യഹൂദ്, എന്താണ്, ജൂതന്മാർ ചെയ്യുന്നത് പോലെ നമുക്ക് കുഴലിൽ ഊതാമെന്ന് പറഞ്ഞു. ബൂക്ക് എന്ന് പറഞ്ഞാൽ കുഴലാണ്, അതിലിങ്ങനെ നമുക്ക് ഊതാമെന്ന് ചില സഹാബിമാർ പറയുകയുണ്ടായി. ഇത് കേട്ടപ്പോൾ മഹാനായ സഹാബി ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, എന്താണ്, അവല യബ്അസൂന റജുലൻ യുനാദി ബിസ്സലാഹ്, നമ്മൾ എന്തിനാണ് ഈ ജൂത ക്രൈസ്തവരുടെ മാർഗം പിൻപറ്റേണ്ടതിന്റെ ആവശ്യകത? അതിന്റെ ആവശ്യമില്ലല്ലോ. മറിച്ച് നമുക്ക് നിസ്കാരത്തിന്റെ സമയമായി കഴിഞ്ഞാൽ ഒരാളെ നമുക്ക് നിശ്ചയിച്ചുകൊണ്ട് അതിന്റെ സമയമായി എന്ന് വിളിച്ചു പറഞ്ഞ് ഒരാളെ നമുക്ക് നിശ്ചയിച്ചുകൂടെ എന്ന് ഉമർ റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. ഫഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ലി ബിലാൽ, റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി, ഖും ഫനാദി ബിസ്സലാഹ്, എന്ത് ചെയ്യുക ബിലാൽ, അങ്ങ് എഴുന്നേറ്റ് നിന്നുകൊണ്ട് ജനങ്ങളോട് നിസ്കാരം അതായി എന്ന് വിളിച്ചു പറയാൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്. നോക്കൂ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ഉമർ റളിയല്ലാഹു അൻഹു ഒരു കാര്യം പറഞ്ഞപ്പോൾ അതെന്ത് ചെയ്തില്ല, ഞാനാണ് ഇവിടുത്തെ മദീനയിലെ നേതാവ്, ഞാൻ പറയുന്നത് കേട്ടാൽ മതി എന്നൊരു നിലപാടല്ല. മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങേയറ്റം വിനയത്തിന് ഉടമയായിരുന്നു. എത്രത്തോളം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്നെ ഒരു ഹദീസിൽ പറഞ്ഞതായി കാണാം, മൻ തവാലഅ ലില്ലാഹ്, എന്നിട്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുത്തെ കരം കൊണ്ട് ഇങ്ങനെ കാണിച്ചു എന്നാണ്. മൻ തവാലഅ ലില്ലാഹ്, ആരാണോ അള്ളാഹുവിന് വേണ്ടി വിനയം കാണിക്കുന്നത്, റഫഅഹുല്ലാഹ്, എന്നിട്ട് കൈകൊണ്ട് ഇങ്ങനെ കാണിച്ചു, റഫഅഹുല്ലാഹ്, അള്ളാഹു അവനെ ഉയർത്തുമെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഉടനെ തന്നെ പറഞ്ഞു ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട്, ആളുകൾക്ക് നിസ്കാരത്തിന്റെ സമയമായി എന്ന് നിങ്ങൾ വിളിച്ചു പറയണം. എങ്ങനെയാണ് സഹോദരങ്ങളെ ആദ്യം വിളിച്ചു പറഞ്ഞിരുന്നത്? ഉർവത്ത് ബിൻ സുബൈർ റളിയല്ലാഹു അൻഹു റഹിമഹുല്ലാഹ്, അതുപോലെ തന്നെ സഅദ് ബിനുൽ മുസയ്യിബ് റഹിമഹുമുല്ലാഹ്, ഇവർ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും, അസ്സലാത്തു ജാമിഅ, ഇങ്ങനെയായിരുന്നു ആദ്യ കാലഘട്ടത്തിൽ നിസ്കാരത്തിന് വേണ്ടി വിളിച്ചു പറഞ്ഞിരുന്നത്. അസ്സലാത്തു ജാമിഅ എന്നായിരുന്നു. ഇമാം ഇബ്നു സഅദ് റഹിമഹുല്ലാഹ് ഈ പറഞ്ഞ പണ്ഡിതന്മാരിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഗ്രന്ഥമായ മനാഖിബ് തൊബഖാത്തിൽ ഈ സംഭവം ഉദ്ധരിച്ചതായി കാണാം ഇബ്നു സഅദ് റഹിമഹുല്ലാഹ്. ഇങ്ങനെ ഈ രൂപത്തിൽ കുറച്ച് ദിവസം തുടർന്നു. അഥവാ സ്വലാത്തു ജാമിഅ എന്നുള്ള രൂപത്തിൽ വിളിച്ചു പറയൽ കുറച്ച് കാലഘട്ടം അല്ലെങ്കിൽ കുറച്ചു ദിവസം ഇങ്ങനെ തുടർന്നു. അങ്ങനെ ഒരു ദിവസം മഹാനായ സഹാബി അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു ഉറക്കത്തിൽ ബാങ്കിന്റെ രൂപം സ്വപ്നം കാണുകയുണ്ടായി. ആരാണ്? അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹം ഉറക്കത്തിൽ ബാങ്കിന്റെ രൂപം അഥവാ ബാങ്കിന്റെ ആ വാക്യങ്ങൾ സ്വപ്നം കാണുകയുണ്ടായി. അഥവാ അല്ലാഹു അക്ബർ എന്ന് തുടങ്ങി അവസാനിക്കുന്ന ആ ബാങ്കിന്റെ ആ വാക്കുകൾ അദ്ദേഹം സ്വപ്നം കണ്ടു. അദ്ദേഹം നേരെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോവുകയും കണ്ട കാര്യം വിവരിക്കുകയും ചെയ്തു. അബ്ദുല്ലാഹി ഇബ്നു സൈദ് റളിയല്ലാഹു അൻഹു അങ്ങനെ ബാങ്കിന്റെ വരികൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറഞ്ഞു കൊടുത്തപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇന്നഹാ ലറുയ ഹഖ്, എന്താണ് ഇത്? സത്യസന്ധമായ സ്വപ്നമാണ്, സത്യസന്ധമായ സ്വപ്നമാണ്. സാന്ദർഭികമായി പറയാം, സ്വപ്നം എന്നുള്ളത് മൂന്ന് തരത്തിലാണ്. സ്വപ്നം എന്നുള്ളത് മൂന്ന് തരത്തിലാണ്. ഒന്നാമത്തേത് എന്താണ്? റഹ്മാനിയ അഥവാ അള്ളാഹുൽ നിന്നുള്ള സ്വപ്നം. അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മളെ കാണിപ്പിക്കുന്ന സ്വപ്നം, അതാണ് റഹ്മാനിയ. രണ്ടാമത്തേതോ ഷൈത്താനിയ, ഷൈത്താനിൽ നിന്നുള്ള മോശമായ സ്വപ്നം. അഥവാ അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതുപോലെ അങ്ങനെ മോശമായ വല്ലതും കണ്ടാൽ ചെയ്യേണ്ടതായ കാര്യങ്ങളും അതുപോലെ തന്നെ അതിന്റെ വിധികളും
കാര്യങ്ങളും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. രണ്ടെണ്ണമായി. ഒന്നാമത്തേത് റഹ്മാനിയ, രണ്ടാമത്തേത് ഷൈത്താനിയ, മൂന്നാമത്തേത് നഫ്സാനിയ. എന്താണ് നഫ്സാനിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഉദാഹരണത്തിന് നമ്മൾ രാത്രി എന്താലോചിച്ചാണോ കിടക്കുന്നത് അതേ കാര്യം ഒരുപക്ഷെ എന്ത് ചെയ്യാം, സ്വപ്നത്തിൽ കണ്ടെന്ന് വരാം. അതാണ് നഫ്സാനിയ. ചില ആളുകളല്ലേ ചിലപ്പോ ചില സ്വപ്നങ്ങൾ കാണും. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ, നാളെ എന്തെങ്കിലും വിനോദത്തിൽ അല്ലെങ്കിൽ യാത്രക്കോ പോകാൻ ഇന്ന സമയത്ത് എണീക്കണം എന്ന് വിചാരിച്ച് കിടക്കുമ്പോൾ അവർ കാണുന്ന സ്വപ്നം എന്തായിരിക്കും? ആ സമയത്ത് വാഹനം മിസ്സാകുന്നതോ അതുപോലെയുള്ള സ്വപ്നങ്ങൾ കണ്ടെന്ന് വരാം. അതിനുള്ള കാരണം എന്താണ്? അത് രാത്രി ഇങ്ങനെ അതിനെപ്പറ്റി തന്നെ ആലോചിച്ച് അതുപോലുള്ള സ്വപ്നങ്ങൾ കണ്ടെന്ന് വരാം. ഇതാണ് 3 തരത്തിലുള്ള സ്വപ്നം. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ സ്വപ്നം വിവരിച്ചു കൊടുത്തപ്പോൾ എന്താണ് പറഞ്ഞത്? ഇന്നഹാ ലറുയ ഹഖ്, ഇത് സത്യസന്ധമായ ഒരു സ്വപ്നമാണ് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അബ്ദുല്ലാഹ് ഇബ്നു സെയ്ദ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയുണ്ടായി. എന്നിട്ട് അവിടുന്ന് പറഞ്ഞു, ഫഖും മഅ ബിലാൽ ഫഅൽഖീഹ അലൈ ഫൽയുഅദ്ദിൻ ബിഹാ. എന്താണ്? നിങ്ങൾ ബിലാൽ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോവുകയും അദ്ദേഹത്തിന് ഇത് പറഞ്ഞു കൊടുക്കുകയും അദ്ദേഹം പിന്നീട് ഇത് ഉപയോഗിച്ച് ബാങ്ക് കൊടുത്തു കൊള്ളട്ടെ എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയുണ്ടായി. ഇനി സഹോദരങ്ങളെ, ഇവിടെ ഒരു സംശയം വന്നേക്കാം. എങ്ങനെയാണ് ഒരു സഹാബിയുടെ സ്വപ്നം തെളിവായി മാറുക എന്നുള്ളത്? എങ്ങനെയാണ് ഒരു സ്വപ്നം അല്ലെങ്കിൽ ഒരു സഹാബിയുടെ സ്വപ്നം തെളിവായി മാറുക എന്നുള്ളത്? ഇവിടെ ഒരിക്കലും എന്തല്ല, സ്വപ്നമല്ല തെളിവ്, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ വാക്കാണ് തെളിവ്. അഥവാ ഇന്നഹാ ലറുയ ഹഖ്, ഇത് സത്യസന്ധമായ തെളിവാണ് എന്ന് റസൂല് പറഞ്ഞ ആ വാക്കാണ് തെളിവ്. അതുപോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ കേട്ടപ്പോൾ അവിടുന്ന് അംഗീകരിക്കുകയും ചെയ്തു. അല്ലാതെ ഒരിക്കലും എന്തല്ല, ആ സഹാബി സ്വപ്നം കാണുകയും ആ സഹാബി തന്നെ എന്ത് ചെയ്തതല്ല, ബാങ്ക് കൊടുക്കാൻ വേണ്ടി പറഞ്ഞല്ല, മറിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കലേക്ക് പോയി റസൂലിനോട് പറയുകയും റസൂൽ അത് അംഗീകരിക്കുകയും ബിലാൽ റളിയല്ലാഹു അൻഹുവിനോട് ചെയ്യാൻ വേണ്ടി പറയുകയും ചെയ്തതാണ് ഇവിടെ തെളിവായി നാം മനസ്സിലാക്കേണ്ട കാര്യം. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞ കാര്യം, ഫഖ്തുദി ബിഹി, ആ വിഷയം അഥവാ ബാങ്കിന്റെ വിഷയം, അതിന്റെ അഹ്കാമുകളും അതുപോലെ തന്നെ അതിന്റെ വിധിവിലക്കുകളും നിങ്ങൾ പിൻപറ്റണമെന്ന് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം. പ്രിയപ്പെട്ടവരെ, ബാങ്കിന്റെ വിധിവിലക്കുകൾ ധാരാളമുണ്ട്. അതിൽ പ്രധാനമായ ഒരു കാര്യം മാത്രം ഇവിടെ വിശദീകരിക്കാം. എന്താണത്? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു, ഇദാ സമിഅ്തുമുൽ അദാന ഫഖൂലു മിസ്ല മാ യഖൂലുൽ മുഅദ്ദിൻ. എന്താണ്? നിങ്ങൾ ബാങ്ക് വിളിക്കുന്നത് കേട്ട് കഴിഞ്ഞാൽ എന്താണോ ബാങ്ക് വിളിക്കുന്നയാൾ പറയുന്നത് അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളും അതുപോലെ പറയണമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം. ഈ ഹദീസിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ പണ്ഡിതൻ ഇബ്നു ഖുദാമ അൽ മഖ്ദിസി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ലാ അലമു ഖിലാഫൻ ബൈന അഹ്ലിൽ ഇൽമി ഇസ്തിഹ്ബാബിഹി. ഈ വിഷയത്തിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ ഭിന്നതയുള്ളതായി നമുക്കറിയില്ല. ഇത് മുസ്തഹബാണ്, ഇത് പുണ്യകർമ്മമാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുള്ളതായി നമുക്കറിയില്ല എന്ന് മഹാനായ പണ്ഡിതൻ ഇബ്നു ഖുദാമത്തുൽ മഖ്ദിസി റഹിമഹുല്ലാ പറഞ്ഞതായി കാണാം. എന്നാൽ സഹോദരങ്ങളെ, നമ്മൾ പറഞ്ഞു ബാങ്ക് കൊടുക്കുമ്പോൾ എന്താണ് മുഅദ്ദിൻ പറയുന്നത് അതുപോലെ പറയണമെന്ന് പറഞ്ഞു. എന്നാൽ ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ് പറയേണ്ടത്? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതായി കാണാം, ഇദാ ഖാലൽ മുഅദ്ദിനു ഹയ്യാല സ്വലാ ഹയ്യാലൽ ഫലാഹ് ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്. ഈ രണ്ട് സന്ദർഭങ്ങളിലും എന്താണ് പറയേണ്ടത്? ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് എന്ന് പറയണം. എന്നാൽ ചില പണ്ഡിതന്മാർ പറഞ്ഞതായി കാണാം, എന്താണോ മുഅദ്ദിൻ പറയുന്നത് അതുപോലെ തന്നെ പറയാമെന്നും അതുപോലെ തന്നെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ് ഇത് രണ്ടും മാറി മാറി ചെയ്യാമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരും നമുക്ക് കാണാൻ സാധിക്കും. ഇബ്നു ഹസ്മ റഹിമഹുല്ലാ അദ്ദേഹത്തിനെ പോലുള്ള പണ്ഡിതർ ഈ രൂപത്തിൽ പറഞ്ഞതായി കാണാം. ഇതാണ് സഹോദരങ്ങളെ ബാങ്കുമായി നാം മനസ്സിലാക്കേണ്ട കാര്യം. ബാങ്കുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ട കാര്യം ഇതാണ്. പിന്നീട് ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറയുകയാണ്, വഗസ്വത്തുൽ അബ്വാഇ ബഅദു ഫീ സഫർ ഹാദാ വഫി ത്സാനിയത്തിൽ ഗസ്വു ഇസ്തഹർ. അവിടുന്ന് പറയുന്ന പിന്നീടുള്ള കാര്യം ഗസ്വത്തുൽ അബവാ ആണ്, അഥവാ അബവാ യുദ്ധം എന്ന് പറയും. അബവാ യുദ്ധം, അതിനെ പറ്റിയാണ് ഷെയ്ഖ് റഹിമഹുല്ലാ ഇവിടെ പറയുന്നത്. ഇവിടെ മുതൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ യുദ്ധങ്ങളെ പറ്റി അദ്ദേഹം വിവരിക്കാൻ ആരംഭിക്കുകയാണ്. അഥവാ
ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ ഇവിടുന്ന് മുതൽ ഈ വരികൾ മുതൽ പിന്നീട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ഉണ്ടായ യുദ്ധങ്ങളെ പറ്റി വിശദീകരിക്കുകയാണ്. ഈ യുദ്ധത്തിന്റെ മറ്റൊരു പേര് അഥവാ ഗസ്വത്തുൽ അബവ എന്ന് പറയുന്ന യുദ്ധത്തിന് മറ്റൊരു പേരും കൂടിയുണ്ട്. എന്താണത്? ഗസ്വത്തു വദ്ദാൻ. ഗസ്വത്തു വദ്ദാൻ എന്നാണ്. എന്താണ് സഹോദരങ്ങളെ ഈ രണ്ട് സ്ഥലം അഥവാ ഈ രണ്ട് സ്ഥലങ്ങളും ഏകദേശം അടുത്തടുത്തുള്ള സ്ഥലമാണ്. ചില യുദ്ധങ്ങൾക്ക് രണ്ട് പേരുകൾ അല്ലെങ്കിൽ രണ്ടോ മൂന്നോ പേരുകൾ വരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. എന്താണ് അതിനുള്ള കാരണം? അടുത്തടുത്തുള്ള സ്ഥലങ്ങളിൽ വെച്ച് സംഭവിച്ചത് കൊണ്ടായിരിക്കും അങ്ങനെ രണ്ട് പേരുകൾ വരുന്നത്. എന്നിരുന്നാലും ഈ സ്ഥലം അഥവാ വദ്ദാൻ അതുപോലെ തന്നെ അബുവ എന്ന് പറയുന്ന സ്ഥലം മക്കക്കും മദീനക്കും ഇടയിലുള്ള ഒരു സ്ഥലമാണ്. വദ്ദാൻ അല്ലെങ്കിൽ അബുവ എന്ന് പറയുന്ന സ്ഥലം. ഈ യുദ്ധം സംഭവിക്കാനുള്ള കാരണം എന്താണ്? അല്ലെങ്കിൽ ഈ ഒരു സംഭവം സംഭവിക്കാനുള്ള കാരണം എന്താണ്? നമുക്കറിയാം, സഹാബിമാർ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ വന്നപ്പോൾ അവർ ധാരാളം കച്ചവടവും അതുപോലെ തന്നെ ധാരാളം സമ്പത്തും അവിടെ ഉപേക്ഷിച്ചുകൊണ്ടാണ് അവർ മദീനയിലേക്ക് വന്നത്. അവിടെ ഉണ്ടായിരുന്ന കാഫിരീങ്ങൾ മുശ്രിക്കീങ്ങൾ എന്തു ചെയ്തു? അതൊക്കെ കൈക്കലാക്കുകയുണ്ടായി. അഥവാ അവരുടെ സമ്പത്തും അവരുടെ കച്ചവടവും മക്കയിലെ മുശ്രിക്കീങ്ങളും കുഫാറുകളും അവരുടെ കൈവശം തട്ടിയെടുക്കുകയുണ്ടായി. ഇതറിഞ്ഞപ്പോൾ സഹാബത്തിന് വലിയ പ്രയാസമുണ്ടായിരുന്നു. ഈ ഒരു കാര്യം മദീനയിലെ സഹാബിമാർ അറിഞ്ഞപ്പോൾ സ്വാഭാവികമായി അവർക്ക് വളരെ വലിയ പ്രയാസമുണ്ടായിരുന്നു. മക്കയിലെ ജനങ്ങൾ, നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു, മക്കയിലെ ജനങ്ങൾ കച്ചവട ആവശ്യത്തിന് ഏറ്റവും കൂടുതൽ ആശ്രയിച്ചിരുന്നത് ഏത് നാടായിരുന്നു? ഷാമായിരുന്നു. ഷാമായിരുന്നു. ഷാം എന്ന ആ സ്ഥലത്തായിരുന്നു മക്കയിലെ മുശ്രിക്കീങ്ങൾ അല്ലെങ്കിൽ മക്കക്കാർ പൊതുവെ കച്ചവട ആവശ്യത്തിന് അവർ ആശ്രയിച്ചിരുന്ന നാട് ഷാമായിരുന്നു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിച്ചു, ഷാമിൽ നിന്ന് മക്കക്കാർ കച്ചവടം കഴിഞ്ഞ് മക്കയിലേക്ക് തിരിച്ചിട്ടുണ്ട് എന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിക്കുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? സഹാബത്തിനെയും കൂട്ടി അത് പിടിച്ചെടുക്കാൻ വേണ്ടി പുറപ്പെടുകയുണ്ടായി. അവരുടെ സമ്പത്ത് അല്ലെങ്കിൽ മക്കക്കാരുടെ അടുക്കൽ നിന്നും സഹാബിമാരുടെ സമ്പത്ത് പിടിച്ചെടുക്കാൻ വേണ്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബിമാരെയും കൂട്ടി പുറപ്പെട്ടു. നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ട കാര്യം, ഷാം എന്ന് പറയുമ്പോൾ ഏതൊക്കെ രാജ്യങ്ങളാണ് അതിൽ ഉൾക്കൊള്ളുന്നത്? ഏതൊക്കെയാണ്? ഒന്നാമത്തേത് ജോർദാനാണ്, ഉർദുൻ, ജോർദാൻ. രണ്ടാമത്തേത് സിറിയ, പിന്നീട് ഏതാണ്? ഫിലസ്തീൻ, ലുബ്നാൻ. ഈ 4 രാജ്യങ്ങളാണ് ഷാം എന്ന് പറയുന്ന ആ സ്ഥലത്ത് ഉൾക്കൊള്ളുന്നത്. ഏതൊക്കെയാണ്? സിറിയ, ഫിലസ്തീൻ, ലുബ്നാൻ, അതുപോലെ തന്നെ ജോർദാൻ. ഈ 4 സ്ഥലങ്ങളാണ്. ഈ രാജ്യങ്ങളാണ് അന്നത്തെ ഷാം എന്ന് അറിയപ്പെട്ടിരുന്നത്. ശരി, അങ്ങനെ സ്വഹാബത്തിനെയും കൂട്ടി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് ഈ അബുവ എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പുറപ്പെട്ടു. എന്നാൽ ഇതറിഞ്ഞ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു, ആ സമയത്ത് അബൂ സുഫിയാൻ ആരുടെ കൂടെയായിരുന്നു? മുശ്രിക്കീങ്ങളുടെ കൂടെയായിരുന്നു. ഇതറിഞ്ഞ അബൂ സുഫിയാൻ റളിയല്ലാഹു അൻഹു മറ്റൊരു വഴിയിലൂടെ മക്കയിലേക്ക് രക്ഷപ്പെടുകയുണ്ടായി. അവരുടെ കൂടെ ഉണ്ടായിരുന്ന കൂട്ടാളികളെയും കൂട്ടി അവരെന്ത് ചെയ്തു? മക്കയിലേക്ക് മറ്റൊരു വഴി രക്ഷപ്പെടുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്കും സഹാബത്തിനും ഇവരെ പിടികൂടാൻ സാധിച്ചില്ല. അങ്ങനെ വദ്ദാൻ അല്ലെങ്കിൽ അബവാ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോൾ ഇവർ വഴി മാറി സഞ്ചരിച്ച വിവരം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയുണ്ടായി. ഇവർ വഴിമാറി സഞ്ചരിച്ച വിവരം റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ലഭിക്കുകയുണ്ടായി. അപ്പോൾ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ ഉണ്ടായിരുന്ന ബനു ലംറ എന്ന് പറയുന്ന ഗോത്രവുമായി കരാറിൽ ഏർപ്പെടുകയാണ്. ബനു ലംറ എന്ന് പറയുന്ന അവിടെ ഉണ്ടായിരുന്ന ഗോത്രവുമായി കരാറിൽ ഏർപ്പെടുകയുണ്ടായി. എന്താണ് സഹോദരങ്ങളെ അവർ ഏർപ്പെട്ട കരാർ? അഥവാ അവർ തമ്മിൽ എന്ത് ചെയ്യില്ല? പരസ്പരം യുദ്ധത്തിൽ ഏർപ്പെടില്ല എന്നും അതുപോലെ തന്നെ ഇവർ ഇരു കൂട്ടരുടെ ശത്രുക്കളുമായി എന്ത് ചെയ്യില്ല? സഹായത്തിൽ ഏർപ്പെടില്ല എന്നുള്ള ആ ഒരു കരാറിൽ ഇവരെന്ത് ചെയ്തു? കരാർ വെക്കുകയുണ്ടായി. അങ്ങനെ എന്തു ചെയ്തു? ഈ യാത്ര പുറപ്പെട്ടപ്പോൾ അഥവാ ഈ സംഭവം ഇവിടെ വെച്ച് അവസാനിക്കുകയാണ്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവരെ പിടികൂടാൻ സാധിച്ചില്ല. അങ്ങനെ റസൂൽ എന്ത് ചെയ്തു? ഇവരുമായി കരാറിൽ ഏർപ്പെട്ടു. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിൽ നിന്ന് യാത്ര പുറപ്പെട്ടപ്പോൾ അവിടുത്തെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ആരെയാണ് ഏൽപ്പിച്ചത്? സഅദ് ബിൻ ഉബാദ. സഅദ് ബിൻ
ഉബാദയെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെ കാര്യങ്ങൾ നോക്കി നടത്താൻ വേണ്ടി ഏൽപ്പിക്കുകയുണ്ടായി. ഇതാണ് ഈ സംഭവം. ഏത് മാസത്തിലാണ് ഈ സംഭവം നടന്നത്? ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ അദ്ദേഹം പറയുന്നത് സഫറിലാണ് എന്നാണ്. ഇനി നമുക്കിവിടെ ഒരു സംശയം വന്നേക്കാം. ഇത് ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ ഹിജ്റ 1-ാം വർഷം നടന്ന സംഭവമായിട്ടാണ് പറയുന്നത്. ഹിജ്റ 1-ാം വർഷം നടന്ന സംഭവമായിട്ടാണ് ഈ കാര്യം പറയുന്നത്. അപ്പോൾ എന്തുകൊണ്ടാണ് 1-ാം വർഷത്തിൽ സംഭവിച്ച കാര്യമായി ഷെയ്ഖ് ഇത് എണ്ണിയത്? കാരണം നമ്മൾ ഇവിടെ ഇപ്പൊ സൂചിപ്പിച്ചു സഫറിലാണിത് നടന്നത് എന്ന്. ഒരു വർഷം തുടങ്ങുന്നത് അറബി കലണ്ടർ അനുസരിച്ച് ഏത് മാസ? മുഹറമാണ്. മുഹറം കഴിഞ്ഞിട്ടാണ് സഫർ. പക്ഷെ ഷെയ്ഖ് റഹിമഹുല്ലാ ഈ സംഭവം എണ്ണിയത് 1-ാമത്തെ വർഷമായിട്ടാണ്. അപ്പോൾ പൊതുവെ സംശയം വന്നേക്കാം, എന്തുകൊണ്ടാണ് ഷെയ്ഖ് റഹിമഹുല്ലാ 1-ാമത്തെ വർഷമായി കണക്ക് കൂട്ടിയത്? നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, അറബി മാസം ആരംഭിക്കുന്നത് ഏത് മാസത്തിലാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. അഥവാ നമ്മൾ ഇംഗ്ലീഷ് മാസം നോക്കുകയാണെങ്കിൽ ജനുവരി മുതൽ ആരംഭിച്ച് അടുത്ത ജനുവരി ആയി കഴിഞ്ഞാൽ ഒരു വർഷമായി. എന്നാൽ അറബി മാസം ഏത് മാസം മുതൽ ഏത് മാസം വരെയാണ് എന്നതിൽ പണ്ഡിതന്മാർക്കിടയിൽ ചെറിയ അഭിപ്രായ ഭിന്നതയുണ്ട്. ഭൂരിഭാഗം പണ്ഡിതന്മാർ പറയുന്നത്, ഇമാം ഹാഫിദ് ഇബ്നു ഹജർ അൽ അസ്ഖലാനി റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞതായി കാണാം, ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെയും അഭിപ്രായം ഏതാണ്? മുഹറം മാസമാണ്. മുഹറം മാസം തുടങ്ങി അടുത്ത മുഹറം മാസമായി കഴിഞ്ഞാൽ ഒരു വർഷമായി എന്നുള്ളതാണ് ബഹുഭൂരിഭാഗം പണ്ഡിതന്മാരുടെ അഭിപ്രായം. മറ്റ് ചില ആളുകൾ പറഞ്ഞതായി കാണാം, ഹിജ്റയുടെ അടിസ്ഥാനത്തിലാണല്ലോ ഹിജ്റ കലണ്ടർ അല്ലെങ്കിൽ ഹിജ്റ വർഷം കണക്കാക്കുന്നത്. ഏത് വർഷത്തിലാണ് അല്ലെങ്കിൽ ഏത് മാസത്തിലാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഹിജ്റ പോയത്? റബീഉൽ അവ്വലിലാണ്. അപ്പോൾ അതനുസരിച്ച് റബീഉൽ അവ്വൽ മുതൽ അടുത്ത റബീഉൽ അവ്വൽ ആയാലേ ഒരു വർഷമാവുകയുള്ളൂ. ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ ഈ ഒരു അഭിപ്രായക്കാരനാണ്. അതുകൊണ്ടാണ് സഫർ മാസത്തിൽ സംഭവിച്ച ഈ കാര്യം അദ്ദേഹം ഹിജ്റ 1-ാം വർഷം നടന്നു എന്നതായി കണക്ക് കൂട്ടിയത്. ബറക്കല്ലാഹു ഫീക്കും. ഇനി സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, മറ്റൊരു കാര്യം എന്തെന്ന് വെച്ചാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര യുദ്ധം ചെയ്തിട്ടുണ്ട് എന്നുള്ളത് നാം മനസ്സിലാക്കണം. അബൂ ഇസ്ഹാഖ് അസ്സബിഈ റഹിമഹുല്ലാ അദ്ദേഹം സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൽ നിന്ന്, ഇദ്ദേഹം താബിഈയാണ് അബൂ ഇസ്ഹാഖ്, അദ്ദേഹം സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്നതായി കാണാം. അദ്ദേഹം ചോദിച്ചു, അബൂ ഇസ്ഹാഖ് അദ്ദേഹം ചോദിച്ചു, കം ഗസ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എത്ര യുദ്ധങ്ങളാണ് ചെയ്തത് എന്ന് അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ സെയ്ദ് ഇബ്നു അർഖം കൊടുത്ത മറുപടി 19, എത്രയാണ്? 19 യുദ്ധമാണ് എന്ന് ആര് മറുപടിയായി പറഞ്ഞു? സെയ്ദ് ഇബ്നു അർഖം റളിയല്ലാഹു അൻഹു പറയുകയുണ്ടായി. അതുപോലെ തന്നെ അബൂ യഅല റഹിമഹുല്ലാ ജാബിർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന സംഭവം കാണാം. ആ ഒരു അസറിൽ പറയുന്നത് 21 യുദ്ധത്തിൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ പങ്കെടുത്തിട്ടുണ്ട് എന്നാണ്. രണ്ട് അഭിപ്രായങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 15-ൽ കൂടുതൽ അല്ലെങ്കിൽ 18-ൽ കൂടുതൽ യുദ്ധത്തിൽ പങ്കെടുത്തു എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇതോടെ മദീനയിൽ സംഭവിച്ച അഥവാ ആദ്യ വർഷത്തിൽ സംഭവിച്ച 10 കാര്യങ്ങൾ ഷെയ്ഖ് റഹിമഹുല്ലാ അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു. 10ഓളം കാര്യങ്ങൾ മദീനയിൽ സംഭവിച്ച 10 കാര്യങ്ങൾ ഇമാം ഇബ്നു അബിൽ ഇസ് അൽ ഹനഫി റഹിമഹുല്ലാ പറഞ്ഞു. അതിനുശേഷം 2-ാം വർഷത്തെ സംഭവം എന്ത് ചെയ്യുകയാണ്? അദ്ദേഹം വിശദീകരിക്കുകയാണ്. അദ്ദേഹം പറയുകയാണ്, വഫി ത്സാനിയത്തിൽ ഗസ്വു ഇസ്തഹർ ഇലാ ബുവാത്തിൻ സുമ്മ ബദ്രിൻ വവജബ് തഹവ്വുലുൽ ഖിബ്ലതി ഫീ നിസ്ഫി റജബ്. അദ്ദേഹം പറയുകയാണ്, ഒന്നാമത്തെ കാര്യം എന്താണ്? ഒന്നാമത്തെ കാര്യം ബുവാത്ത് യുദ്ധമാണ്. ബുവാത്ത് യുദ്ധത്തിനെ പറ്റിയാണ് പറയുന്നത്. ഇതേപോലെ തന്നെ ഇതേ സംഭവമാണ്. എന്താണ് ഇതിനുള്ള കാരണം? നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഷാമിലേക്ക് മക്കയിലെ കച്ചവടക്കാർ അല്ലെങ്കിൽ മക്കയിലെ മുശ്രിക്കീങ്ങൾ യാത്ര പോവുകയും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് വിവരം ലഭിക്കുകയും ഹിജ്റ 2-ാം വർഷം റബീഉൽ ആഖിർ മാസമാണ് ഈ സംഭവം ഉണ്ടായത്. റബീഉൽ ആഖിർ മാസം റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്തു ചെയ്തു? സഹാബത്തിനെയും കൂട്ടി ബുവാത്ത് എന്ന് പറയുന്ന സ്ഥലത്തെത്തി. ഇന്നത്തെ യംബു എന്ന് പറയുന്ന സ്ഥലം, സൗദിയിലെ യംബു, മലയാളികൾ യാംബു എന്ന് പറയുന്ന സ്ഥലം. യഥാർത്ഥത്തിൽ എന്താണ് അതിന്റെ പേര്? യംബു എന്നാണ്. യംബു, മലയാളികൾ യാംബു എന്ന് പറയുന്നതായി കാണാം. അവിടെയാണ് ബുവാത്ത് എന്ന് പറയുന്നത്.
റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ത് ചെയ്തു? അവിടെ എത്തുകയുണ്ടായി. അവിടെയുള്ള റിദ്വ എന്ന് പറയുന്ന പർവ്വതത്തിന്റെ സമീപത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിലകൊള്ളുകയും ചെയ്തു. ഈ പ്രാവശ്യവും നേരത്തെ പോലെ തന്നെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എന്ത് ചെയ്യാൻ സാധിച്ചില്ല? അവരെ പിടികൂടാൻ സാധിച്ചിരുന്നില്ല. അവർ ഈ വിവരം അറിഞ്ഞ് റസൂലും സഹാബത്തും അവർ പുറപ്പെട്ടിട്ടുണ്ട് എന്ന വിവരം അറിഞ്ഞപ്പോൾ അവർ മറ്റൊരു വഴി മക്കയിലേക്ക് പോവുകയുണ്ടായി. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മൾ പറഞ്ഞു എന്താണ്, റബീഉൽ ആഖിർ മാസമാണ് അവിടെ എത്തിയത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ തങ്ങുകയും പിന്നീട് ജുമാദൽ ഊല മാസത്തിലാണ് തിരിച്ചെങ്ങോട്ടേക്ക് പോയത്? മദീനയിലേക്ക് മടങ്ങിയത്. റബീഉൽ ആഖിറിന് പോയി ജുമാദൽ ഊലയിൽ റസൂൽ മടങ്ങുകയുണ്ടായി. ഈ ഒരു യുദ്ധത്തിന് മറ്റൊരു പേരുണ്ട്. ഏതാണത്? ഗസ്വത്തു ഔതാസ്. എന്താണ്? ഗസ്വത്തു ഔതാസ് എന്നും ഈ ഒരു യുദ്ധത്തിന് പേരുണ്ട്. ഇതിന് ശേഷം അദ്ദേഹം പറയുകയാണ് സുമ്മ ബദ്രിൻ. എന്താണ്? സുമ്മ ബദർ. പിന്നീട് എന്ത് സംഭവിക്കുകയുണ്ടായി? ബദർ യുദ്ധം സംഭവിക്കുകയുണ്ടായി. ഇത് കേൾക്കുമ്പോൾ സ്വാഭാവികമായി ഒരുപക്ഷെ കരുതുക എന്താണ്, നമ്മൾക്ക് എല്ലാവർക്കും സുപരിചിതമായ ബദർ യുദ്ധം എന്നാണ്. പക്ഷേ ആ ബദർ യുദ്ധമല്ല, മറിച്ച് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും ഗസ്വത്തു ബദരിനിൽ സുഗ്റ അല്ലെങ്കിൽ ഗസ്വത്തു ബദരിനിൽ ഊല, ചെറിയ ബദർ യുദ്ധം അല്ലെങ്കിൽ ഒന്നാം ബദർ യുദ്ധം. ഈ യുദ്ധത്തിന്റെ മറ്റൊരു പേരെന്താണ്? ഗസ്വത്തു സഫവാൻ. ഗസ്വത്തു സഫവാൻ. ഇതൊക്കെ സ്ഥലത്തിന്റെ പേരാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തൊട്ടടുത്തുള്ള സ്ഥലങ്ങളായതുകൊണ്ട് തന്നെ രണ്ടു പേരിലും യുദ്ധങ്ങൾ അറിയപ്പെടും. അടുത്തടുത്ത സ്ഥലമായതുകൊണ്ട് ഗസ്വത്തു സഫവാൻ എന്നാണ് ഇതിന്റെ പേര്. ഇത് സംഭവിക്കാനുള്ള കാരണം എന്താണ്? ഇത് നേരത്തെ സൂചിപ്പിച്ച രണ്ട് യുദ്ധങ്ങൾ അല്ലെങ്കിൽ യുദ്ധപ്പുറപ്പാട് പോലെ ആയിരുന്നില്ല, മറിച്ച് ഖുർസ് ബിൻ ജാബിർ അൽ ഫിഹിരി എന്ന് പറയുന്ന ഒരു മുശ്രിക് എന്ത് ചെയ്തു? മദീനയിൽ വന്നുകൊണ്ട് മദീനക്കാരുടെ ഒട്ടകത്തിനെയും അതുപോലെ തന്നെ ആടുകളെയും, അവരുടെ സമ്പത്താണത്, മദീനക്കാരുടെ സമ്പത്താണത്, ഒട്ടകത്തിനെയും ആടിനെയും എന്ത് ചെയ്യുകയുണ്ടായി? പ്രയാസപ്പെടുത്തുകയുണ്ടായി, അതിനെ ദ്രോഹിക്കുകയുണ്ടായി. ഇത് മദീനക്കാർക്ക് വലിയ പ്രയാസമുണ്ടായി. അവരുടെ ഉപജീവനമാണ്, അവർ അതിലാണ് അവരുടെ ഉപജീവനം കണ്ടെത്തിയത്. ഇതറിഞ്ഞപ്പോൾ എന്ത് ചെയ്തു? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവനെയും തേടി സഹാബത്തിനെയും കൂട്ടി പുറപ്പെടുകയുണ്ടായി. അങ്ങനെ ബദർ എന്ന് പറയുന്ന സ്ഥലത്തെത്തിയെങ്കിലും അവനെ എന്ത് ചെയ്യാൻ സാധിച്ചില്ല? പിടികൂടാൻ റസൂലിനും സഹാബത്തിനും സാധിച്ചില്ല. അങ്ങനെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തിരിച്ച് മദീനയിലേക്ക് തന്നെ മടങ്ങുകയാണ് ഉണ്ടായത്. ഇതാണ് ഗസ്വത്തു ബദരിന് സുഗ്റ അല്ലെങ്കിൽ ഊല, ഒന്നാം ബദർ യുദ്ധം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ്? അവരുടെ ഉദ്ദേശം ഈ രൂപത്തിൽ അത് നേടിയെടുക്കാനും അതുപോലെ തന്നെ പിടികൂടാനാണ്. പക്ഷെ അത് നടന്നില്ല എങ്കിൽ കൂടി പൊതുവെ എന്താണ് ചരിത്ര ഗ്രന്ഥങ്ങളിൽ പറയുക? ഗസ്വത്ത് എന്നാണ്, യുദ്ധം എന്നാണ്. ശരി, പിന്നീട് ശൈഖ് റഹിമഹുല്ല അദ്ദേഹം പറയുകയാണ് പിന്നീട് ഉണ്ടായ സംഭവം എന്താണ്? ഖിബില മാറിയതുമായി ബന്ധപ്പെട്ട സംഭവമാണ്. സഹോദരങ്ങൾ, നമുക്കറിയാം മുസ്ലിമീങ്ങളുടെ ആദ്യത്തെ ഖിബില ഏതായിരുന്നു? ഏതാണ്? ബൈത്തുൽ മഖ്ദിസ് ആണ്. അതിനുശേഷം ഹിജ്റ 2 ഖിബിലയായി കാബയെ നിശ്ചയിക്കുകയും ചെയ്തു. ആദ്യം ബൈത്തുൽ മഖ്ദിസിലേക്കായിരുന്നു റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബിമാരും നിസ്കരിച്ചിരുന്നത്. അങ്ങനെ സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അതിയായ ആഗ്രഹം എന്താണ്? കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാനായിരുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മനസ്സിലുണ്ടായിരുന്ന ആഗ്രഹം എന്തായിരുന്നു? കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കണമെന്നായിരുന്നു. അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം, കാന നബിയു സല്ലല്ലാഹു അലൈഹി വസല്ലമ യുഹിബ്ബു അൻ യുവജ്ജിഹ ഇലൽ കഅബ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാബയിലേക്ക് തിരിഞ്ഞ് നിസ്കരിക്കാൻ അങ്ങേയറ്റം ഇഷ്ടമായിരുന്നു. എന്നാൽ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്ക കാലഘട്ടത്തിലും മക്ക ജീവിതത്തിലും എങ്ങോട്ടേക്ക് തിരിഞ്ഞാണ് നിസ്കരിച്ചത്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞാണ്. മുന്നിൽ കഅബ ഉണ്ടായിട്ടും ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിച്ചത്. പക്ഷെ റസൂലിന് കഅബയോടുള്ള താല്പര്യം കാരണം എന്ത് ചെയ്യാറുണ്ട്? കഅബയും അതുപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസും നേരെ മുന്നിലാകുന്ന രൂപത്തിൽ കഅബയുടെ ഒരു ഭാഗത്ത് പോയി നിന്നുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്നാണ്. അത്രത്തോളം റസൂലിന് കഅബയോട് ഇഷ്ടമായിരുന്നു. കാരണം ഇബ്രാഹിം അലൈഹി സ്വലാത്തു വസ്സലാമും ഇസ്മായിൽ അലൈഹി സ്വലാത്തു വസ്സലാമും
പണിതതായ ആ കഅബ റസൂലിന് അങ്ങേയറ്റം താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു. ഈ ഒരു കാര്യം അഥവാ ഈ രൂപത്തിൽ കഅബയും അതുപോലെ തന്നെ ബൈത്തുൽ മഖ്ദിസ് മുന്നിലാകുന്ന രൂപത്തിൽ റസൂൽ നിസ്കരിക്കാറുണ്ടായിരുന്നു എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുന്നതായി നമുക്ക് കാണാൻ സാധിക്കും. സഹോദരങ്ങളെ, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജ്റ ചെയ്ത് മദീനയിലേക്ക് വന്നതിന് ശേഷവും 16 അല്ലെങ്കിൽ 17 മാസത്തോളം എങ്ങോട്ടേക്ക് തിരിഞ്ഞുകൊണ്ടാണ് നിസ്കരിച്ചത്? ബൈത്തുൽ മഖ്ദിസിലേക്ക് തിരിഞ്ഞുകൊണ്ടാണ്. 16-17 മാസം. വറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്നതായി കാണാം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ സല്ല നഹ്വ ബൈത്തുൽ മഖ്ദിസി 19 ഔ 17 ശഹറ. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ 16-17 വർഷം എന്തു ചെയ്തു? 16-17 വർഷമല്ല, മാസം. 16-17 മാസം മദീനയിൽ എത്തിയിട്ടും ബൈത്തുൽ മഖ്ദിസിലേക്ക് തന്നെ തിരിഞ്ഞു നിസ്കരിച്ചു എന്ന് കാണാം. അങ്ങനെയാണ് സൂറത്തുൽ ബഖറയിലെ 144-ാമത്തെ ആയത്ത് ഇറങ്ങിയത്. ഏതാണ് ആയത്ത്? ഫവല്ലി വജ്ഹക ഷത്റൽ മസ്ജിദുൽ ഹറാം. എന്ത് ചെയ്യുക റസൂലെ? അങ്ങയുടെ മുഖം അല്ലെങ്കിൽ അങ്ങ് കഅബയിലേക്ക് തിരിഞ്ഞുകൊണ്ട്, മസ്ജിദുൽ ഹറാമിലേക്ക് തിരിഞ്ഞുകൊണ്ട് നിസ്കരിക്കുക എന്ന ആയത്ത് ഇറങ്ങിയതിന് ശേഷമാണ് കഅബ കിബിലയായി, മുസ്ലിമീങ്ങളുടെ കിബിലയായി കഅബ മാറുന്നത്. ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എവിടെ വെച്ചാണ് അല്ലെങ്കിൽ ഏത് സമയത്തായിരുന്നു കിബില മാറിയത് എന്നുള്ളതാണ്. എവിടെ വെച്ചായിരുന്നു, ഏത് സമയത്തായിരുന്നു കിബില മാറിയത് എന്നാണ്. 2 സംഭവങ്ങളാണ് ഈ വിഷയത്തിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒന്നാമത്തേത് മസ്ജിദ് ഖുബ അല്ലെ, ആദ്യത്തെ പള്ളിയായ മസ്ജിദ് ഖുബയിൽ സുബഹി നിസ്കരിക്കുന്ന വേളയിൽ, ഇത് ഇമാം ബുഖാരി മുസ്ലിമും ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഹദീസായി ഇമാം ബുഖാരി മുസ്ലിം ഉദ്ധരിക്കുന്നതായി കാണാം. ഒരു വ്യക്തി, മുസ്ലിമീങ്ങൾ സുബഹി നിസ്കരിക്കുന്ന വേളയിൽ ഒരു വ്യക്തി വന്ന് പറയുകയാണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ഇന്നലെ രാത്രി വഹി ഇറങ്ങുകയുണ്ടായി, കഅബയിലേക്ക് ഖിബല മാറിയതായി റസൂലിന് വഹി വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്തു? എല്ലാവരും ആ നിസ്കാരത്തിൽ തന്നെ നേരെ കഅബയിലേക്ക് തിരിയുകയുണ്ടായി. ഇതാണ് ഒന്നാമത്തെ സംഭവം. എവിടെ വെച്ചാണ്? മസ്ജിദു ഖുബ. ഏത് നിസ്കാരാണ്? സുബഹി നിസ്കാരം. ഇതാണ് ഒന്നാമത്തെ സംഭവം. ആരാണിത് പറയുന്നത്? ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം ബുഖാരി മുസ്ലിം റഹിമഹുമുല്ലാ അവരുദ്ധരിക്കുന്നതാണ്. രണ്ടാമത്തെ സംഭവം അൽ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അദ്ദേഹം പറയുന്ന ഒരു സംഭവമാണ്. എവിടെ വെച്ചാണ്? ബനു ഹാരിസ എന്ന ഗോത്രത്തിന്റെ സ്ഥലത്ത് വെച്ച് അസ്ർ നിസ്കരിക്കുന്ന വേളയിൽ എന്ത് ചെയ്തു? ഖിബില മാറുകയുണ്ടായി. ഈ 2 സംഭവങ്ങളാണ് നമുക്ക് സ്ഥിരപ്പെട്ടു വന്നതായി കാണാൻ സാധിക്കുന്നത്. എന്നാൽ ചിലർ പ്രചരിപ്പിക്കുന്നത് മസ്ജിദു ഖിബലതൈനിൽ വെച്ചിട്ടാണ് ഖിബില മാറിയത് എന്നുള്ളതാണ്. മസ്ജിദു ഖിബലതൈൻ എന്ന് പറയുന്ന, മദീനയിൽ യാത്ര ചെയ്ത ആളുകൾ ഉണ്ടെങ്കിൽ ഒരുപക്ഷെ അറിയാം, മസ്ജിദു ഖിബലതൈൻ എന്ന് പറഞ്ഞ് അവിടെ വെച്ചാണ് ഖിബില മാറിയത് എന്ന് ചില ആളുകൾ പ്രചരിപ്പിക്കുന്നതായി കാണാം. ആ മസ്ജിദിന്റെ യഥാർത്ഥ പേരെന്താണ്? ബനി സലിമ എന്നാണ്. മസ്ജിദു ബനി സലിമ എന്നാണ്. എന്നാൽ ഈ ഒരു കാര്യത്തിന് യാതൊരുവിധ അടിസ്ഥാനവും സ്ഥിരപ്പെട്ടു വന്നതായി നമുക്ക് കാണാൻ സാധിക്കുകയില്ല. അഥവാ മസ്ജിദു ഖിബലതൈനിൽ വെച്ചാണ് ഖിബില മാറിയത് എന്ന് പറഞ്ഞതായി സ്ഥിരപ്പെട്ടു വന്ന ഒരു ഹദീസ് നമുക്ക് കാണാൻ സാധിക്കുകയില്ല. ചില ആളുകൾ അവിടെ പോയി 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കുന്നതും അതുപോലെ തന്നെ ശ്രേഷ്ഠമായ പള്ളിയാണെന്ന് കരുതി അവിടേക്ക് സിയാറ പോകുന്നതും കാണാൻ സാധിക്കും. പക്ഷേ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ പള്ളിക്ക് പ്രത്യേകം ശ്രേഷ്ഠതയുള്ളതായി പറഞ്ഞതായി കാണില്ല എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇബ്നു കസീർ റഹിമഹുല്ലാ ബിദായ വൻ നിഹായയിൽ ഈ പള്ളിയിൽ വെച്ചാണ് മാറിയത് എന്ന് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അതിന് സ്ഥിരപ്പെട്ടു വന്നൊരു സനദ് നമുക്ക് കാണാൻ സാധിക്കില്ല. അപ്പോൾ ഈ ഒരു കാര്യവും നമ്മൾ പ്രത്യേകം മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് ഷെയ്ഖ് റഹിമഹുല്ല പറഞ്ഞതുപോലെ ഏത് മാസത്തിലാണ് സംഭവിച്ചത്? റജബ് മാസത്തിലാണ് എന്നതാണ് നാം മനസ്സിലാക്കേണ്ടത്. ഇത്രയുമാണ് ഇന്ന് വിശദീകരിക്കാൻ ഉദ്ദേശിച്ചത്. ബാറക്കല്ലാഹു ഫീക്കും. ഞാൻ പറഞ്ഞതിൽ വല്ല നന്മയുമുണ്ട് എങ്കിൽ അത് അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് മാത്രമുള്ളതാണ്. പറഞ്ഞതിൽ വല്ല തിന്മയും വന്നു പോയിട്ടുണ്ട് എങ്കിൽ അത് എന്നിൽ നിന്നും ശൈത്താനിൽ നിന്നുമുള്ളതാണ്. വഹാദാ വല്ലാഹു തആല അഅലമു ബിസ്സവാബ്. സുബ്ഹാനകല്ലാഹുമ്മ വബിഹംദിക അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക. ഇൻഷാ അല്ലാഹ് അടുത്ത ഹദീസ് ക്ലാസ് ഉടനെ തന്നെ ആരംഭിക്കും.